Dear students, today we are going to discuss second profitability ratios based on sales, that is operating ratio. Okay. അപ്പോൾ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസും ഉണ്ട്, ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അതിൽ ബേസ്ഡ് ഓൺ സെയിൽസിലെ ഫസ്റ്റ് റേഷ്യോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതിൽ സെക്കൻഡ് വൺ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ? വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ? ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെയും സെയിൽസിൻ്റെയും റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന റേഷ്യോനെ നമുക്ക് എന്ത് പറയാം? ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് നമുക്ക് എന്ത് പറയാം? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ റേഷ്യോ വിച്ച് എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. Okay, so the operating ratio is a ratio which shows the relationship between operating costs and sales. It indicates the overall efficiency in operating the business. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേഷ്യോ യൂസ് ചെയ്യുന്നത്. ദിസ് റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. നമുക്കറിയാം ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് വേജസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ്. ലോങ് ടേം ലോൺ ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ് എന്താണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ദെൻ ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരിക. ഇപ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയില്ല, അതിന് പകരം എന്ത് പറയും? സെല്ലിംഗ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ്, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, അല്ലെങ്കിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്ത് ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്ന ഐറ്റംസ് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷനോ പ്രിലിമിനറി എക്സ്പെൻസസ്ന്നോ അത് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെപ്റ്റെന്നോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ എന്തല്ല? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ല. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഓഫീസ് എക്സ്പെൻസസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ്. ഷോർട്ട് ടേം ലോൺസ് ആണ്, ലോങ് ടേം അല്ല. ലോങ് ടേം ലോൺസ് ആയിട്ടുണ്ടെങ്കിൽ അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആവും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ്, ബാഡ് ഡെപ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Then the ideal ratio is 75 to 85%. ഐഡിയൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 75 to 85% ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് എ റേഷ്യോ വിച്ച് എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. Operating cost means the cost of goods sold plus operating expenses. Then this ratio shows the overall efficiency in operating the business, and the operating expenses include office and administrative expenses, selling and distribution expenses, financial expenses like interest on short term loans, interest bad debt, discount allowed, etc. The ideal or standard ratio is 75 to 85%. 75-ൻ്റെയും 85% ഇടയിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഐഡിയൽ ഓർ ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറയാം. ഓക്കെ, ഇthen നമ്മൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓക്കെ, സെയിൽസ് 7,60,000, സെയിൽസ് റിട്ടേൺ 10,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4,80,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 45,000, സെല്ലിംഗ് എക്സ്പെൻസസ് 75,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 30,000. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞത് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. സോ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് എന്തായിരുന്നു?
ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് divided by net sales into 100. അത് നെറ്റ് സെയിൽസ് കാണാം. നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, അല്ലെങ്കിൽ ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് 7,60,000, 7,60,000 മൈനസ് റിട്ടേൺസ് 10,000 ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ബാലൻസ് 7,50,000. ഇപ്പോൾ നെറ്റ് സെയിൽസ് കിട്ടി. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? യെസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണോ? അതെ, അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസസ്, ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടി പ്രോഫിറ്റിൽ നിന്നൊരു ഭാഗം മാറ്റി വെച്ചുമാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണോ? അല്ല, അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ പറഞ്ഞതൊക്കെയാണ് സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, പിന്നെ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ്, ബാഡ് ഡെബ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ റെൻറ്റ്, സാലറി, അങ്ങനെ വരുന്നതൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് ആണ്. ഇവിടെ എന്താ പറയുന്നത്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്നാണ്. അതെന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് ആണ്. അതുകൊണ്ട് അത് എടുക്കണ്ട. ഓക്കെ, നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് എന്നുണ്ട് 4,80,000 റുപ്പീസ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തൊക്കെയാണെന്നുള്ളത്? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 45,000 പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസസ് 75,000. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എടുക്കണ്ട, അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് 75,000. ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും? 4,80,000 പ്ലസ് 45,000 പ്ലസ് 75,000 എത്ര വരും? ദാറ്റ്സ് ഈക്വൽ ടു 6 lakh ഡിവൈഡഡ് ബൈ 75,000 ഇൻറ്റു 100. ദാറ്റ്സ് ഈക്വൽ ടു 80%. എന്താണ്? ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു 80%. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് എത്രയായിരുന്നു പറഞ്ഞത്? 75 to 85% ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ പറയാം? സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുന്ന സമയത്ത് കമ്പനീൻ്റെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഗുഡാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഗുഡാണ്. കാരണം എന്താണ്? 80% നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് റേഷ്യോ ആണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസിലെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദെൻ ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഓപ്പറേറ്റിംഗ് റേഷ്യോ പറഞ്ഞു. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട് ഇവിടെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് അതിൻ്റെ മീനിങ്ങിലേക്ക് വരാം. എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് എ റേഷ്യോ വിച്ച് എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. അല്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ നെറ്റ് സെയിൽസിൻ്റെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്ന റേഷ്യോ നമുക്ക് എന്ത് പറയാം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയാം. ഇറ്റ് മെഷേഴ്സ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഇക്വേഷൻ പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതിന് വേറൊരു ഇക്വേഷൻ കൂടെ പറയുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്താണ്? ഇറ്റ് മെഷേഴ്സ് ദ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് എ ഫേം. ഇറ്റ് എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. Then the operating profit is equal to net sales minus cost of goods sold minus operating expenses, or വേറൊരു ഇക്വേഷൻ കൂടെ പറയുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, ദെൻ ഞാൻ ഈ ഒരു ഇക്വേഷൻസ് എങ്ങനെ വന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, നെറ്റ് സെയിൽസ് നമ്മൾ ജസ്റ്റ് ആ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നെറ്റ് സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ? നെറ്റ് സെയിൽസ് നമുക്കൊരു കാര്യം ചെയ്യാം, 100 എടുക്കാം. നെറ്റ് സെയിൽസ് 100, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒരു 60 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 കിട്ടുക. എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് അടുത്ത് നമ്മൾ എന്താ ലെസ് ചെയ്യുക? ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒരു 10 റുപ്പീസ് എടുക്കാം.
ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ ഓക്കെ. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ എന്തൊക്കെ ഇക്വേഷൻസ് ഉണ്ടാവും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ദെൻ വേറൊരു ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ എന്തായിട്ട് എഴുതിയിട്ടുള്ളത്? ഇക്വേഷനായിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടണം എന്ത് ചെയ്യണം? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ക്വസ്റ്റിൽ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓപ്പറേറ്റിംഗ് റേഷ്യോയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും നോക്കാം. ഓക്കെ. ഓപ്പറേറ്റിംഗ് റേഷ്യോ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 60 പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 10 ഡിവൈഡഡ് ബൈ 100 ദാറ്റ്സ് ഈക്വൽ ടു 70%. അതായത് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണിത്. ഇത് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുനോക്കാം. എങ്ങനെയായിരിക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണുക? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്? 30 ആണ്. 30 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ദാറ്റ്സ് ഈക്വൽ ടു എത്രയായിരിക്കും? 30%. ഇവിടെ ഇങ്ങനെ ചെയ്ത് കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 30% ആണ് എങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 70% ആയിരിക്കും. അതായത് ടോട്ടൽ 100 ആണല്ലേ? 100ൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കൂടിയുള്ള റേഷ്യോ ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറച്ചിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ ആണ്. ഓക്കെ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 30% ആണ് എങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്തായിരിക്കും? 70% ആയിരിക്കും. അതായത് സപ്പോസ് ഓപ്പറേറ്റിംഗ് റേഷ്യോയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എടുക്കാം. ഓപ്പറേറ്റിംഗ് റേഷ്യോ 30 ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 20 ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ 80 ആയിരിക്കും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 10 ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ 90 ആയിരിക്കും. അതായത് 100ൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടും. അതുപോലെ തന്നെ 100ൽ നിന്ന് ഓപ്പറേറ്റിംഗ് റേഷ്യോ കുറച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും കിട്ടും. ഓക്കെ. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓപ്പറേറ്റിംഗ് റേഷ്യോ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് വിചാരിക്കുക. ഓക്കെ. ഓപ്പറേറ്റിംഗ് റേഷ്യോ 60 ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന 100 മൈനസ് 60 ദാറ്റ്സ് ഈക്വൽ ടു 40% ആയിരിക്കും. ഇക്വേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസി ആയിട്ട് കിട്ടും. ദെൻ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ 70 ആണെങ്കിൽ 100 മൈനസ് 70 ദാറ്റ്സ് ഈക്വൽ ടു 30%. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 80 ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ 80 ആണെങ്കിലോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 100 മൈനസ് 80 ദാറ്റ്സ് ഈക്വൽ ടു 20%. സപ്പോസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 10% തന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്തായിരിക്കും? 100 മൈനസ് 10 ദാറ്റ്സ് ഈക്വൽ ടു 90%. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും ഓപ്പറേറ്റിംഗ് റേഷ്യോ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് എ റേഷ്യോ വിച്ച് എക്സ്പ്രസ് ഓപ്പറേഷണൽ എഫിഷ്യൻസി and the equation is operating profit divided by net sales into 100. Operating profit is equal to എന്തായിരുന്നു? net sales minus cost of goods sold minus operating expenses. If there is gross profit given in the question, then equation is gross profit minus operating expenses. Okay. Then operating profit ratio ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ. സെയിൽസ് ലെസ് റിട്ടേൺസ് 8 lakh തന്നിട്ടുണ്ട്. നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 50,000. സെല്ലിംഗ് എക്സ്പെൻസസ് 50,000. ഇൻട്രസ്റ്റ് 40,000. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് 15,000. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 20,000. ഓക്കെ. നമുക്കത് ഇക്വേഷൻ എഴുതാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് equal to operating profit divided by net sales into 100. Operating profit divided by net sales into 100. Okay. നെറ്റ് സെയിൽസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 8 lakh. ദെൻ നമ്മൾ എന്ത് ചെയ്യണം?
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയി തന്നിട്ടുള്ളത് ആദ്യം നോക്കാം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു, എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നിട്ടുള്ളത് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 50,000, അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, നമുക്ക് എടുക്കാം 50,000, 50,000 പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അത് നമുക്ക് എടുക്കാം. എത്രയാണ് സെല്ലിംഗ് എക്സ്പെൻസ് വരുന്നത്? അത് 30,000 റുപ്പീസ് വരുന്നുണ്ട്. പ്ലസ് ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ് എന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്, അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് ഇവിടെ ആകെ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? സെല്ലിംഗ് എക്സ്പെൻസും അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും. ദാറ്റ്സ് ഈക്വൽ ടു 80,000 ടോട്ടൽ ചെയ്യുമ്പോൾ. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, ദെയർഫോർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ്. എത്രയാണ്? നെറ്റ് സെയിൽസ് 8 lakh മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000 മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചാൽ എത്രയാണ്? 80,000 മൈനസ് 80,000. ദാറ്റ്സ് ഈക്വൽ ടു 1,60,000. ദാറ്റ്സ് ഈക്വൽ ടു 1,60,000. ഓക്കെ, ഇതാ നമുക്ക് എന്ത് ചെയ്യാം? സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,60,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും 8 lakh ഇൻറ്റു 100. ദാറ്റ്സ് ഈക്വൽ ടു 20%. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? 100 സെയിൽസ് ആണെങ്കിൽ 20 പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 20% ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 20% ഒക്കെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പിന്നെ ഒരു ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഗുഡാന്ന് പറയാം. 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 20% ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയായിരിക്കും? ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കാണേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാണ്. ഓക്കെ, ഇതുവരെ ചെയ്താൽ പ്രോബ്ലം കഴിഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിൽ നോക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയായിരിക്കും? 100 മൈനസ് 20, ദാറ്റ്സ് ഈക്വൽ ടു 80%. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്നാൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണാൻ സുഖമാണ്, ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്നാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണാനും എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്നെടുത്ത് മൊത്തം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ ടുഡേ. താങ്ക് യു.